വൃന്ദാവനം അന്നേ ദിവസം വളരെ ശാന്തമായിരുന്നു. പക്ഷേ ആ ശാന്തതയ്ക്കുള്ളിൽ ഒരു കുഞ്ഞിന്റെ മരണമാണ് കാത്തിരുന്നത് എന്ന് ആരും അറിഞ്ഞില്ലായി. ഒരു അമ്മയായി വേഷമിട്ട് ഒരു അസുരി വൃന്ദാവനത്തിലേക്ക് നടന്നു വരികയായിരുന്നു. മഥുരയുടെ രാജാവായ കംസൻ ഒരിക്കലും മനസ്സിലാകാത്ത ഒരു ഭയത്തിലാണ് ജീവിച്ചത്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്റെ മരണകാരണമാകുമെന്ന്. അശരീരി ആയിരുന്നു അതിനു കാരണം. അതിനാൽ അവരുടെ ഒരു കുഞ്ഞിനെ പോലും ജീവിക്കാൻ അവൻ അനുവദിച്ചില്ലായി. അവസാനം കംസൻ തന്റെ ഏറ്റവും ഭീകരമായ ആയുധത്തെ വിളിച്ചു പൂതന കുഞ്ഞുങ്ങളെ കൊല്ലാൻ മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു അസുരി വിഷം തേച്ച മുലകൊണ്ട് അനേകം കുഞ്ഞുങ്ങളുടെ ജീവൻ അവൾ കവർന്നിരുന്നു. പക്ഷേ ആ ദിവസം അവൾ പോകുന്നത് ഒരു സാധാരണ ഗ്രാമത്തിലേക്കല്ലായി. അവൾ പോകുന്നത് ദൈവം തന്നെ കുഞ്ഞായി ജനിച്ച സ്ഥലത്തേക്കാണായി. വൃന്ദാവനത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് പൂതന തന്റെ രൂപം മാറ്റി ഭീകരമായ അസുരി, ലോകം മോഹിക്കുന്ന അതിമനോഹരിയായ സ്ത്രീയായി മാറി. അവളുടെ മുഖത്ത് അമ്മയുടെ സ്നേഹം, കണ്ണുകളിൽ കപടത. ഗ്രാമത്തിലെ ഒരു സ്ത്രീക്കും സംശയം തോന്നിയില്ലായേ. വൃന്ദാവനം പശുക്കളുടെ മണവും കുട്ടികളുടെ ചിരിയും നിറഞ്ഞ ഗ്രാമം. അവിടെ ഒരു ചെറിയ വീട്ടിൽ ലോകത്തിന്റെ രക്ഷകൻ ഒരു സാധാരണ കുഞ്ഞായി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പൂതന ആ വീട്ടിലേക്കാണ് നടന്നു കയറിയത്. അവൾ കയ്യിൽ എടുത്തത് ഒരു കുഞ്ഞിനല്ല. അവൾ കയ്യിൽ എടുത്തത് കാലത്തെയും മരണത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ തന്നെയായിരുന്നു. അടുത്ത ഭാഗത്തിൽ വിഷം മുലയിൽ തേച്ച പൂതന എന്തു ചെയ്തു?